ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴക്കൂമ്പ് കൊണ്ട് കഴിക്കരുത്, ചിലവർ ഇത് കയ്യിൽ കറാവെന്ന് പറഞ്ഞിട്ട് ഒന്നും എടുക്കൂല. അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രുചിയിൽ എങ്ങനെ ഒരു വാഴക്കൂമ്പ് ഉപ്പേരി റെഡിയാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലഭാഗത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങിയൊക്കെ നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാട്ടോ. നമുക്ക് ഇതൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ മുകളിലുള്ള കുറച്ചൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്നും പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കനം കുറഞ്ഞിട്ട് വേണം കേട്ടോ അതിങ്ങനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉപ്പേരി വെച്ച് കഴിച്ചാൽ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പുണ്ണും ഇതൊക്കെ മാറും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാട്ടോ അതൊക്കെ ഉപ്പേരി വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇത് അരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കറ പിടിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ. എന്നാൽ ഒരിക്കലും കറ പിടിക്കില്ല. നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചെറുതായി അരിയാൻ കഴിയില്ല. എത്ര കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് കേക്ക് എടുക്കുന്നത് വെള്ളവും കഞ്ഞിവെള്ളവും മിക്സ് ആക്കിയതാണ് കേട്ടോ. ഇത് പകുതി കഞ്ഞിവെള്ളവും പകുതി വെള്ളവും ചേർത്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കേക്ക് എടുക്കുന്നത്. ഇനി ഇതിലൊരു 5 മിനിറ്റ് വരെ പിന്നെ ഇട്ട് വെച്ചിട്ട് ഇതൊന്ന് ഊറ്റി കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് കേക്ക് എടുത്താൽ മതി. ഈ വെള്ളത്തിലൊന്ന് 5 മിനിറ്റ് കിടക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതെടുത്തിട്ട് ഒരു ഓട്ടക്കൊട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ കബേജൊക്കെ പിന്നെ വെക്കുന്ന പോലെയാണ് കേട്ടോ അത്. ഇനി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മൂടി തുറന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടി പിടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ ഏതാനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും പാടെ ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ചതവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നല്ലോണം അരക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് കാണുന്നത് എങ്ങനെയാണ് നോക്കണ്ട, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.